ഇരുവശങ്ങളിലും പൂമുഖങ്ങളുള്ള ആ റോഡിലൂടെ മുന്നോട്ട് നടന്ന് ആഷ്കലോൺ പട്ടണത്തിൽ അവർ പ്രവേശിക്കുന്നു. പട്ടണം റോമൻ മാതൃകയിൽ പണിതിരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. മനുഷ്യനിർമ്മിതമായ ഉറവകളും ഈ ജലം സ്വീകരിക്കാനുള്ള തളങ്ങളും മൈതാനങ്ങളും മാളികകളും സ്തൂപങ്ങളും. ഹേറോദേസിൻ്റെ പേര് എവിടെയും സ്വന്തം പുകഴ്ചക്കായി അവ സ്ഥാപിച്ചിരിക്കുന്നു. കാരണം ആഷ്കലോണിലെ ആളുകൾ അയാളെ പ്രകീർത്തിക്കുന്നില്ല. പട്ടണത്തിലാകെ തിരക്കാണ്. സമയം കഴിയുന്തോറും തിരക്കും കൂടി വരുന്നു. പട്ടണത്തിൻ്റെ മധ്യത്തിൽ വലിയ തിരക്ക്. മധ്യഭാഗം വളരെ വിസ്താരമേറിയതും കാറ്റ് കിട്ടുന്നതുമാണ്. പിന്നിലുള്ള ഉൾക്കടൽ അർത്ഥവൃത്താകൃതിയിലായതുകൊണ്ട് വീടുകളുടെ ഇളം ചുവപ്പ് നിറം ജലത്തിൻ്റെ നീലനിറത്തെ ചുറ്റി നിൽക്കുന്നതായി തോന്നുന്നു. സൂര്യപ്രകാശത്തിൽ കൂടുതൽ മനോഹാരിതയുണ്ട്. നമുക്ക് 4 ഗ്രൂപ്പുകളായി തിരിയാം. ഞാൻ പോകാം. അല്ല, നിങ്ങൾക്ക് പോകാം. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. പോയിക്കൊള്ളുക. 9-ാം മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കടന്നു വന്ന ഗേറ്റിങ്കൽ ഒരുമിച്ച് കൂടാം. വിവേകത്തോടും ക്ഷമയോടും കൂടി പ്രവർത്തിക്കുക. അവർ പോകുന്നത് ഈശോ നോക്കി നിൽക്കുന്നു. ഈശോയുടെ അടുത്ത് കറിയോത്തുകാരൻ യൂദാസ് മാത്രമുണ്ട്. അയാൾ പറയുന്നു, ഈ നാട്ടിലെ ആളുകൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല. കാരണം അവർ അജ്ഞാനികളെക്കാൾ കഷ്ടമാണ്. ഈശോ ഒറ്റയ്ക്ക് മൗനമായി അവിടെ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ യൂദ മനസ്സുമാറ്റി പറയുന്നു, നിനക്ക് ഒറ്റക്കായിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ മാത്യു, ജെയിംസ്, ആൻഡ്രൂ എന്നിവരുടെ കൂടെ പോയിക്കൊള്ളാം. കാരണം ഏറ്റവും കഴിവ് കുറഞ്ഞവർ അവരാണ്. നിനക്ക് പോകാം. ദൈവം നിന്നോടുകൂടെ. പട്ടണത്തിൽ കൂടി ഏകനായി ഈശോ ചുറ്റി സഞ്ചരിക്കുന്നു. തിരക്കിട്ട് നടക്കുന്ന ആളുകൾ ഈശോയെ ശ്രദ്ധിക്കുന്നില്ല. ഈ ബാഹുല്യത്തിനിടയിൽ ഈശോ ഒന്നുമല്ല. 1-2 കുട്ടികൾ ജിജ്ഞാസയോട് ഈശോയെ നോക്കുന്നുണ്ട്. തീരെ വിനയമില്ലാത്ത രീതിയിൽ വസ്ത്രധാരണം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ നിശ്ചയദാർഢ്യത്തോടെ ചെന്ന് ഈശോയെ വശീകരിക്കാൻ കടക്കണ്ണെറിയുന്നു. ഈശോ നിശിതമായ ഒരു നോട്ടം. അതോടെ അവൾ നീലനിറമായി കണ്ണുകൾ താഴ്ത്തി നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നല്ലവണ്ണം വാക്കുകൾ പ്രയോഗിച്ചതോടെ, അവളുടെ പരാജയത്തിൽ പരിഹസിച്ച് ചിരിച്ചതോടെ അവൾ പുറംകുപ്പായം വലിച്ചിട്ട് ശരീരം മൂടിക്കൊണ്ട് ഓടിപ്പോയി. നേരെ മറിച്ച് കുട്ടികൾ ഈശോയ്ക്ക് ചുറ്റും കൂടി നടക്കുന്നു. ഈശോ പുഞ്ചിരി തൂകുന്നത് കണ്ട് അവർ പുഞ്ചിരി തൂകി ഈശോയെ നോക്കുന്നു. മറ്റുള്ളവരെക്കാൾ ധൈര്യമുള്ള ഒരു ബാലൻ ചോദിക്കുന്നു, നീ ആരാണ്? ഈശോ അവനെ തലോടിക്കൊണ്ടാണ് ഈശോ പറയുന്നത്, നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ കുറേ സ്നേഹിതരെ കാത്തു നിൽക്കുകയാണ്. ആഷ്കലോൺകാരാണോ? അല്ല, എൻ്റെ നാട്ടിൽ നിന്നും യൂദയായിൽ നിന്നുമുള്ളവർ. നിനക്ക് സ്വത്തുണ്ടോ? എനിക്ക് സ്വത്തുണ്ട്. എൻ്റെ അപ്പന് നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ട്. അപ്പൻ പരവതാനികൾ ഉണ്ടാക്കും. വന്നു കാണൂ, വലിയ ദൂരമില്ല. ഈശോ ആ ബാലൻ്റെ കൂടെ നടന്ന് ഒരു പന്തലിട്ട റോഡിലെത്തുന്നു. റോഡിൻ്റെ അങ്ങേയറ്റത്തിനപ്പുറം കടലിൻ്റെ സ്വല്പം ഭാഗം കാണാം. സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്നു. റോഡിലെ തണലിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ ഭംഗി. വേണ്ടത്ര സംരക്ഷണമോ പരിപാലനയോ ലഭിച്ചിട്ടില്ലാത്തൊരു ദരിദ്ര ബാലിക കരയുന്നത് അവർ കാണുന്നു. അത് ഡീനായാണ്. അവൾ ദരിദ്രയാണ് കേട്ടോ. എൻ്റെ അമ്മ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിവില്ല. അവളുടെ അപ്പൻ കടലിൽ പോയപ്പോൾ മരിച്ചുപോയി. ഗാസായിൽ നിന്ന് മഹാനദിയുടെ തുറമുഖത്തേക്ക് ചരക്ക് കൊണ്ടുപോയതാണ്. ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട് വഴിക്ക് വെച്ച് മരിച്ചുപോയി. ചരക്കെല്ലാം എൻ്റെ അപ്പൻ്റേതായിരുന്നതിനാലും ഡീനായുടെ അപ്പൻ ഞങ്ങളുടെ വള്ളക്കാരനായിരുന്നതിനാലും എൻ്റെ അമ്മ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അപ്പന്മാർ മരണപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. നീ എന്തു പറയുന്നു? അനാഥ കുട്ടികളാകുന്നതും ദരിദ്രരായിരിക്കുന്നതും വളരെ ഭയങ്കരമായിരിക്കണം. ഇതാ എൻ്റെ വീട്. ഞാൻ വഴിയിലായിരുന്നുവെന്ന് എൻ്റെ അമ്മയോട് പറയരുത്. ഞാൻ സ്കൂളിലായിരിക്കേണ്ടതാണ്, എന്നാൽ എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. കാരണം ഈ സാധനം കാണിച്ച് കുട്ടികളെയെല്ലാം ഞാൻ ചിരിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തടിയിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു പാവ അവൻ ഉടുപ്പിനുള്ളിൽ നിന്നും വലിച്ചെടുക്കുന്നു. ശരിക്കും ഒരു കോമാളി രൂപം, പരന്നു നീണ്ട താടിയും വളഞ്ഞ മൂക്കും. ഈശോയ്ക്ക് ചിരി വന്നിട്ട് ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങുന്നു. എന്നാൽ നിയന്ത്രണം വിടാതെ ചോദിക്കുന്നു, ഇത് നിന്റെ ടീച്ചറാണോ? അല്ലല്ലോ. അതോ നിന്റെ ബന്ധുക്കളിൽ വല്ലവരുമാണോ? ഇത് ശരിയല്ല. അല്ല, ഇത് യഹൂദന്മാരുടെ സിനഗോഗ് തലവനാണ്. അയാൾ വയസ്സനും കണ്ടാൽ ഭംഗിയില്ലാത്തവനുമാ. ഞങ്ങളെപ്പോഴും അയാളെ കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല.
അവൻ നിങ്ങളെക്കാൾ എത്ര പ്രായം കൂടുതലുള്ളയാളാണ്? തന്നെയുമല്ല, ഓ, അയാൾക്ക് വയസ്സ് കുറയുണ്ട്. കൂനു പിടിച്ച കണ്ണ്, ഒട്ടും തന്നെ കാണാനും പറ്റില്ല. വയസ്സ് ചെന്നിട്ടും കാണാൻ കൊള്ളത്തില്ല. തീരെ ചീത്തയാ. അയാൾ ചീത്തയായിരിക്കുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. അല്ല, എന്നാൽ വൃദ്ധനായ ഒരു മനുഷ്യനെ കളിയാക്കുന്നത് തെറ്റാണ്. നിനക്ക് വയസ്സാകുമ്പോൾ നിന്നെ കാണുമ്പോഴും ഇങ്ങനെയായിരിക്കും. കൂനു പിടിക്കും, തല കഷണ്ടിയാകും, കണ്ണൊട്ടും തന്നെ കാണാൻ പറ്റാതാകും. നടക്കാൻ ഒരു വടി വേണ്ടി വരും. നിന്റെ മുഖം അതുപോലെ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു മര്യാദ കെട്ട ബാലൻ നിന്നെ പരിഹസിച്ചാൽ നിനക്ക് സന്തോഷമായിരിക്കുമോ? നിന്റെ ഗുരുനാഥനെ ബുദ്ധിമുട്ടിക്കുകയും കൂട്ടുകാരെ ഇളക്കി വിടുകയും ചെയ്യുന്നത് എന്തിനാണ്? അത് ശരിയല്ല. നിന്റെ അപ്പൻ ഇതറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കും. അമ്മയ്ക്ക് വിഷമം വരികയും ചെയ്യും. ഞാൻ അവരോടൊന്നും പറയുകയില്ല. എന്നാൽ നീ എനിക്ക് 2 കാര്യങ്ങൾ ഉടനെ തരണം. ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഇനി ചെയ്യുകയില്ലെന്നും വാക്ക് തരണം. ആ പാവയും തരണം. ആരാണതുണ്ടാക്കിയത്? കർത്താവേ, ഞാനാണതുണ്ടാക്കിയത്. എളിമപ്പെട്ട ബാലന് അവൻ്റെ തെറ്റിൻ്റെ ഗൗരവം ഇപ്പോൾ മനസ്സിലായി. അവൻ തുടർന്ന് പറയുന്നു, തടിപ്പണി ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ പരവതാനിയിൽ കാണുന്ന പൂക്കളും മൃഗങ്ങളും തടിയിൽ കൊത്തിയെടുക്കാറുണ്ട്. ഉഗ്രസർപ്പം, മനുഷ്യത്തലയുള്ള സിംഹം, മറ്റു മൃഗങ്ങൾ, ഇങ്ങനെ പലതും കൊത്തിയെടുത്തിട്ടുണ്ട്. അത് നിനക്ക് ചെയ്യാം. ഈ ഭൂമിയിൽ മനോഹരങ്ങളായ നിരവധി സൃഷ്ടികളുണ്ട്. നീ എനിക്ക് വാക്ക് തരികയും ആ പാവ എന്നെ ഏൽപ്പിക്കുകയും ചെയ്യുകയില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടുവിടും. ആ പാവ നിന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിക്കും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിന്റെ പേരെന്താണ്? അലക്സാണ്ടർ. അപ്പോൾ എനിക്ക് എന്ത് തരും? ഈശോ ബുദ്ധിമുട്ടിലായി. ഒരിക്കലും ഒന്നും തന്നെ കയ്യിലുണ്ടാകയില്ലല്ലോ. എന്നാൽ പെട്ടെന്നോർത്തു, ഒരു ഉടുപ്പിൻ്റെ കോളറിൽ മനോഹരമായ ഒരു ബക്കിളുണ്ടല്ലോ എന്ന്. ബാഗിൽ നിന്ന് അത് തപ്പിയെടുത്ത് ബാലന് കൊടുത്തു. ഇനി നമുക്ക് പോകാം. എന്നാൽ ഓർത്തു കൊള്ളണം, ഞാൻ പോയാലും എനിക്കെല്ലാം അറിയാം. നീ ഒരു ചീത്തക്കുട്ടിയാണെന്ന് അറിയുകയാണെങ്കിൽ ഞാനിവിടെ തിരിച്ചു വന്ന് നിന്റെ അമ്മയോട് എല്ലാം പറയും. വാഗ്ദാനം ഉറപ്പിച്ചു. അവർ വീട്ടിലേക്ക് കടന്നു. പ്രവേശന മുറി വലുതാണ്. അതിനപ്പുറം ഒരു വലിയ മുറ്റം. മുറ്റത്തിൻ്റെ 3 വശത്തും വലിയ ഹാളുകൾ. അവിടെയാണ് നെയ്ത്തിനുള്ള തറികൾ. വാതിൽ തുറന്ന ഭൃത്യ വിസ്മയഭരിതയായി സോമിനിയെ വിവരമറിയിച്ചു. ഉടനെ തന്നെ ആ സ്ത്രീ, നല്ല പൊക്കം, കാരുണ്യവുമുള്ള ഭാവം, വന്നു ചോദിക്കുന്നു, എന്തു പറ്റി? എൻ്റെ മകന് വല്ല അസുഖവും ഉണ്ടായോ? ഇല്ല, നിങ്ങളുടെ പരവതാനികൾ കാണാൻ ബാലൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഞാനൊരു പരദേശിയാണ്. എന്തെങ്കിലും വാങ്ങാനാണോ? ഇല്ല, എനിക്ക് പണമൊന്നുമില്ല. എന്നാൽ മനോഹരങ്ങളായ വസ്തുക്കൾ ഇഷ്ടപ്പെടുന്ന സമ്പന്നരായ സ്നേഹിതർ എനിക്കുണ്ട്. ദരിദ്രനാണെന്ന് ഇത്ര പരമാർത്ഥതയോടെ പറഞ്ഞ മനുഷ്യനെ ആ സ്ത്രീ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു ധനാഢ്യനാണെന്നാകുന്നു. നിന്റെ പെരുമാറ്റ രീതിയും മറ്റും ഒരു പ്രഭുവിൻ്റേതാണ്. നേരെ മറിച്ച് ഞാൻ ഒരു ഗലീലിയക്കാരനായ റബ്ബി മാത്രമാണ്, നസ്രയനായ ഈശോ. ഞങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ആരോടും മുൻവിധിയില്ല. വന്നു കാണുക. തറികളിൽ നെയ്തുകൊണ്ടിരിക്കുന്ന പരവതാനികൾ കാണുവാൻ ഈശോയെ അവർ ഓരോ ഹാളിലേക്കും കൊണ്ടുപോകുന്നു. അവളുടെ കീഴിൽ ചെറുപ്പക്കാരായ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. വിരിപ്പുകളിലെ ചിത്രങ്ങളും അവയുടെ നിറങ്ങളും വളരെ വിശിഷ്ടമായ രീതിയിൽ ചേർത്തിണക്കിയിരിക്കുന്നു. ഈശോ അവയുടെ ഭംഗി ആസ്വദിക്കുന്നു. നീ വളരെ സമർത്ഥയാണല്ലോ. ഇതെല്ലാം കണ്ടതിൽ എനിക്ക് സന്തോഷമാണ്. നീ ഒരു നല്ല സ്ത്രീയാണെന്നും കാണുന്നതും എനിക്ക് സന്തോഷം തന്നെ. അത് നീ എങ്ങനെ അറിയും? അത് നിന്റെ മുഖത്തു നിന്ന് അറിയാം കുട്ടി. എന്നോട് ഡീനായുടെ കാര്യവും പറഞ്ഞു. ദൈവം നിനക്ക് പ്രതിസമ്മാനം നൽകട്ടെ. നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും നീ സത്യത്തോട് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. കാരണം സ്നേഹം നിന്നിലുണ്ട്. ഏത് സത്യം? അത്യുന്നതനായ കർത്താവ് അയൽക്കാരനെ സ്നേഹിക്കുകയും സ്വന്തം കുടുംബത്തെയും കീഴ്ജോലിക്കാരെയും സംരക്ഷിച്ചു വരികയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക്, ദുഃഖിതരെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അവരിൽ തന്നെ മമതയുണ്ട്. ആ വരുന്നതാണ് ഡീന, അല്ലേ? അതെ. അവളുടെ അമ്മ മരിക്കാറായിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവളെ ഞാൻ എടുത്തു വളർത്തും. തറിയിലെ ജോലിക്കല്ല, അതിനവൾക്ക് കഴിയുകയില്ല. തീരെ ചെറുതല്ലേ. ഡീന, ഈ വന്ധ്യദേഹത്തിൻ്റെ പക്കലേക്ക് വരൂ. ദുഃഖഭാവമുള്ള ഡീന ലജ്ജിച്ചാണെങ്കിലും ഈശോയുടെ പക്കലേക്ക് ചെല്ലുന്നു. ഈശോ അവളെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ? അവൾക്ക് സുഖം പ്രാപിക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം? കൊള്ളാം. എങ്കിൽ എന്നെ അമ്മയുടെ പക്കലേക്ക് കൊണ്ടുപോകൂ. സ്ത്രീയെ, ദൈവം നിന്നോടുകൂടെ.
അലക്സാണ്ടർ, ദൈവം നിന്നോടുകൂടെ, നീ നല്ലവനായിരിക്കണം കേട്ടോ. ബാലികയുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ കൂടെ ഈശോ പോകുന്നു. നീ ഒറ്റയ്ക്കേയുള്ളോ? എനിക്ക് 3 അനുജന്മാരുണ്ട്. ഇളയവൻ അപ്പനെ കണ്ടിട്ട് പോലുമില്ല. കരയാതിരിക്കൂ. ദൈവത്തിന് നിന്റെ അമ്മയെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുമോ? ഒരു ദൈവമേ ഉള്ളൂ എന്ന് നിനക്കറിയാം ഇല്ലേ? ദൈവം സൃഷ്ടിച്ച ആളുകളെയെല്ലാം, പ്രത്യേകിച്ച് നല്ല കുട്ടികളെയെല്ലാം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൂടെ? അറിയാം, എനിക്കറിയാം കർത്താവേ. എൻ്റെ ആങ്ങള ടോൾമി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ യൂദയരായ കുട്ടികളും ഉണ്ടായിരുന്നതിനാൽ പല കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു. ദൈവമുണ്ടെന്നും അവൻ്റെ പേര് യഹോവ എന്നാണെന്നും എനിക്കറിയാം. അവൻ ഞങ്ങളെ ശിക്ഷിച്ചത് ഫിലിസ്തീരായ ഞങ്ങൾ അവനോട് ചീത്തയായി പെരുമാറിയത് കൊണ്ടാണ്. യൂദാമാലന്മാർ അത് കാരണം ഞങ്ങളെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയും അപ്പനും ഇല്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാ സങ്കടം നിമിത്തം അവൾക്ക് പറയാൻ കഴിയുന്നില്ല? കരയാതെ, ദൈവം നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവമാണ് നിനക്കും നിന്റെ അമ്മയ്ക്കു വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇസ്രയേൽക്കാർ സ്വർഗരാജ്യം സ്ഥാപിക്കാനുള്ള മിശിഹായെ കാത്തിരിക്കുകയാണെന്ന് നിനക്കറിയാമോ? ലോകരക്ഷകനും വിമോചകനുമായ ഈശോയുടെ രാജ്യം. എൻ്റെ കർത്താവെ, എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. മിശിഹ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? അവൻ ഇസ്രയേലിനെ ഒരു വലിയ രാജ്യമാക്കും. ഞങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. ഇല്ല, അവൻ ലോകത്തെ മോചിപ്പിക്കും. പാപം അവൻ നീക്കിക്കളയും. പാപം ചെയ്യാതിരിക്കാൻ ആളുകളെ പഠിപ്പിക്കും. അവൻ ദരിദ്രരെ സ്നേഹിക്കും, രോഗികളെയും വേദനിക്കുന്നവരെയും സ്നേഹിക്കും. അവരുടെ പക്കലേക്ക് ചെല്ലും. സ്വത്തും ആരോഗ്യവും സന്തോഷവുമുള്ളവർ പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും സ്നേഹിപ്പിക്കാൻ പഠിപ്പിക്കും. സ്വർഗത്തിൽ നിത്യമായ സന്തോഷത്തിൽ ചെന്നെത്താൻ നല്ലവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും പഠിപ്പിക്കും. ഇതൊക്കെയാണ് അവൻ ചെയ്യുക. അവൻ ആരെയും ഉപദ്രവിക്കുകയില്ല. ആളുകൾ അവനെ എങ്ങനെ അറിയും? അവൻ എല്ലാവരെയും സ്നേഹിക്കും. അവനിൽ വിശ്വസിക്കുന്ന രോഗികളെ അവൻ സുഖപ്പെടുത്തും. പാപികളെ അവൻ രക്ഷിക്കും. സ്നേഹിക്കാൻ അവൻ പഠിപ്പിക്കും. ഓ, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവൻ വന്നെങ്കിൽ അവനിൽ ഞാൻ എത്രയധികം വിശ്വസിക്കുന്നു. അവനോടും ഞാൻ എത്രയധികമായി പ്രാർത്ഥിക്കും. അവനെ കണ്ടെത്തുന്നതുവരെ അവനെ ഞാൻ തേടിപ്പോവും. കാണുമ്പോൾ ഞാൻ പറയും, ഞാൻ അപ്പനില്ലാത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. എൻ്റെ അമ്മയും മരിക്കാറായിരിക്കുന്നു. ഞാൻ നിന്നിൽ നിന്നും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഫിലിസ്തീനാണെങ്കിലും അവൾ തീർച്ചയായും എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവളുടെ സ്വരം വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ തുടിക്കുന്നു. ഈശോയുടെ തൊട്ടു ചേർന്ന് നടക്കുന്ന ബാലികയെ നോക്കി ഈശോ പുഞ്ചിരി തൂകുന്നുണ്ട്. ആ പുഞ്ചിരി അവൾ കാണുന്നില്ല, കാരണം വീടിനോട് അടുക്കാറായി. അവൾ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ ഒരു ചെറുകുടിലിൽ എത്തി. ഒരിടവഴിയുടെ അങ്ങേയറ്റം. ഇവിടെയാണ് കർത്താവെ, അകത്തേക്ക് വരണമേ. ദയനീയമായ ഒരു മുറി, വൈക്കോൽ കിടക്കയുടെ മുകളിൽ ശോഷിച്ച് അസ്ഥിമാത്രമായ ഒരു ശരീരം. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന 3 ബാലന്മാർ ആ കിടക്കയുടെ അടുത്തിരിപ്പുണ്ട്. പട്ടിണിയും ദുരിതവും എല്ലായിടത്തും ദൃശ്യമാണ്. സ്ത്രീയെ, നിനക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഒട്ടും ബുദ്ധിമുട്ടേണ്ട. ഞാൻ നിന്റെ മകളെ കണ്ടു. നിനക്ക് സുഖമില്ലെന്നറിഞ്ഞ് ഞാൻ വന്നതാണ്. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നേരിയ സ്വരത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നു, ഓ എൻ്റെ കർത്താവേ, ഇതെൻ്റെ അന്ത്യമാണ്. അവൾ കരയുകയാണ്. മിശിഹായിക്ക് നിന്റെ രോഗം മാറ്റാൻ കഴിയുമെന്ന് നിന്റെ മകൾ വിശ്വസിക്കുന്നുണ്ട്. നിന്റെ മനസ്സ് എന്താണ്? ഓ, ഞാനും അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മിശിഹായ് എവിടെയാണ്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണത്. കിടക്കയുടെ സമീപത്തേക്ക് കുനിഞ്ഞ് സംസാരിച്ചിരുന്ന ഈശോ നേരെ നിന്ന് ഉച്ചത്തിൽ പറയുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, നീ സുഖം പ്രാപിക്കുക. ഈശോയുടെ മാഹാത്മ്യം കണ്ട് കുട്ടികൾ പേടിച്ച് വിസ്മയിച്ച് അമ്മയുടെ കിടക്കയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഡീന അവളുടെ കൈകൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് നിൽക്കുന്നു. പ്രത്യാശയുടെ ഒരു പ്രകാശം, ആനന്ദത്തിൻ്റെ ഒരു ശോഭ അവളുടെ മുഖത്ത് വ്യക്തമാണ്. അവൾ തരളിതയായി, ശ്വാസോച്ഛ്വാസം തെരുതെരയായി. എന്തോ പറയാൻ അവൾ വായി തുറക്കുന്നു. വിളറി തളർന്നു കിടന്നിരുന്ന അമ്മ എഴുന്നേറ്റിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നിന്നു.
അവൾ രക്ഷകനെ തന്നെ നോക്കുന്നു. ഇത് കണ്ട് ഡീന സന്തോഷത്തോടെ അമ്മച്ചി എന്നൊരു വിളി. ഉടനെ തന്നെ ഈശോ എന്ന നാമവും അവനെ ആരാധിക്കൂ, അവനെ ആരാധിക്കൂ, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ അവനാണ്. ടോൾമിയുടെ ടീച്ചർ ഇവനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ അവൾ അമ്മയെ മുട്ടുകുത്തി നിൽക്കാൻ നിർബന്ധിക്കുന്നു. സത്യദൈവത്തെ ആരാധിക്കൂ, നല്ലവരായിരിക്കൂ, എന്നെ ഓർക്കണം, ദൈവം നിങ്ങളോട് കൂടെ. ഇങ്ങനെ പറഞ്ഞ ശേഷം ഉടനെ ഈശോ വെളിയിലേക്കിറങ്ങി അമ്മയും മകളും സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് വീണ് കിടക്കുകയാണ്.